ഓരോ ദിവസവും ആരെങ്കിലുമൊക്കെ മരിക്കുന്നുണ്ട്. സ്നേഹം വളരുന്നത് ചെറുമരണങ്ങളിലൂടെയാണെന്ന് ഓർക്കണേ. നമ്മുടെ അപ്പ മരിക്കുന്നുണ്ട് വീട്ടിൽ, ചെറുമരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൻ്റെ അമ്മയുടെ ചെറുമരണങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരാളുടെ ചെറുമരണമാണ് അയാളുടെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ. വിവാഹത്തിലേക്കൊക്കെ നമ്മുടെ യുവജനങ്ങൾ ഒത്തിരി മടിക്കുന്നുണ്ട്. അവരെ കുറ്റം പറയുകയല്ല, വിധിക്കുകയല്ല, മറിച്ച് ഫിയർ ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അത്തരമൊരു തകർച്ച, അത്തരമൊരു ഒരസൽ, അത്തരമൊരു ഞെരുക്കം പറ്റുന്നില്ല. അതിൻ്റെ ഭയം ഓർത്തേക്കണേ. സറൻഡേർഡ് ലൈഫ്സ് ബെയർ ഫ്രൂട്ട്. ഒരു തകർച്ചയ്ക്കും നമ്മളെ വിട്ടുകൊടുക്കാതെ, ഒരു മുറിവേൽക്കാനും നിന്നു കൊടുക്കാതെ എങ്ങനെ നമ്മളിൽ നിന്ന് ഫലമുണ്ടാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്നേഹം മരണമാണെന്ന് ഞാൻ കാണുന്നു. സ്നേഹം സഹനമാണെന്ന് ഞാൻ കാണുന്നു. കർത്താവിൻ്റെ കുരിശു മരണം വഴി അനേകം പേർക്ക് ജീവൻ ഉണ്ടാകും. എങ്ങനെയാണ്? സ്വർഗത്തിൽ നിറങ്ങിയ ജീവന്റെ അപ്പം കുരിശു മരണത്തിൻ്റെ സമ്മാനമായി നമ്മൾ ഇന്നും കൺസ്യൂം ചെയ്യുന്നു. ജീവന്റെ അപ്പം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം, മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. 6ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോ അധ്യായമായി നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. യാത്രയുടെ വഴിയിലെ ഇടനേരങ്ങളാണ്. യാത്ര നടക്കേണ്ടത് ഇതിനിടയ്ക്കാണ്. ഇന്ന് ഉപവാസത്തെക്കുറിച്ച് ഒരു ടീച്ചിങ് നിങ്ങളിലേക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാനതിനെ മാർഗം സ്പെഷ്യൽ എപ്പിസോഡെന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. കാരണം ഈ യാത്ര ഇത് നമ്മൾ നടത്തുന്ന ഒരു ആത്മീയ മുന്നേറ്റമാണ്. കേവലം ഒരു പറച്ചിലും ഒരു പ്രസംഗവും ഒരു കേൾവിയും എന്നതിനേക്കാൾ ഉപരി തിരുവചനത്തിലൂടെ, രക്ഷാകര ചരിത്രത്തിലൂടെ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ അർത്ഥവും ആഴവും അറിയാൻ നമ്മൾ നടത്തുന്ന ശ്രമമാണ്. ആ രീതിയിൽ അത്ര ഗൗരവത്തോടെയും സന്തോഷത്തോടെയും വേണം ഇതിനെ സമീപിക്കാനെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം അത് ഉച്ചനേരത്തായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ യൂഷ്വൽ ടൈം അല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുണ്ടാകും. ഇത് ഞാൻ സംസാരിക്കാറുള്ളവരോട് പറഞ്ഞു, ഒത്തിരി എഫേർട്ട് എടുത്തതാണത്. ഉപവാസത്തെക്കുറിച്ച് ഒരു സമഗ്രമായൊരു പഠിപ്പീര്, അത് നിങ്ങളത് കേട്ട് കഴിയും മനസ്സിലാകും. അതിൻ്റെ ആമുഖത്തിൽ തന്നെ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെയാണ് നമ്മളൊക്കെ സുവിശേഷ വേലയുടെ ഭാഗമാകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ടോപ്പിക് മരണം ജീവനിലേക്കുള്ള വഴി. മരണം ജീവനിലേക്കുള്ള വഴി. അത് ഈശോ പറയുന്നുണ്ട്. കർത്താവിനറിയാം ഞാൻ മരിക്കാൻ പോവാണ്. മരിക്കാൻ പോകുമ്പോഴും അവനറിയാം ഞാൻ മരണം പുൽകുമ്പോൾ ഞാൻ ജീവൻ്റെ വഴി വെട്ടുകയാണ് ചെയ്യുന്നതെന്ന് അവന് നല്ല നിശ്ചയമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. യോഹന്നാൻ 12:24. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിഞ്ഞ് ഫലം പുറപ്പെടുവിച്ചതിൻ്റെ പേരാണ് ഈശോയുടെ കുരിശുമരണം. അപ്പോൾ ഈശോ ഇത് കുരിശുമരണത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളതിന് എന്താ തെളിവ്? അതിൻ്റെ ഉത്തരവും അവിടെ തന്നെയുണ്ട്. 24-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. യോഹന്നാൻ 12:24. യോഹന്നാൻ 12:23 വായിക്കാം. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി. ദ അവർ ഓഫ് ഗ്ലോറി. യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് അവർ ഓഫ് ഗ്ലോറി, മരണത്തിൻ്റെ മണിക്കൂർ, മഹത്വത്തിൻ്റെ സമയം ഈസ് ഈക്വൽ ടു ദ അവർ ഓഫ് ഡെത്ത്, ദ അവർ ഓഫ് ക്രൂസിഫിക്ഷൻ. അത് കുരിശു മരണത്തിൻ്റെ സമയമാണ്. അതായത് ഈശോ ഇവിടെ എന്താ ചെയ്തത്? നിങ്ങൾ ഓർത്തേക്കരുത് ഈശോ ഗോതമ്പ് മണിയൊക്കെ വെച്ചിട്ട് കവിത ചൊല്ലുകയായിരുന്നെന്ന്. നോ, ഇറ്റ് ഈസ് നോട്ട് എ പോയറ്റിക് എക്സാഗ്രേഷൻ, ഇറ്റ് ഈസ് ദ ലോ ഓഫ് സാൽവേഷൻ. ഇറ്റ് ഈസ് നോട്ട് എ പോയറ്റിക് എക്സാഗ്രേഷൻ, ബട്ട് ഇറ്റ് ഈസ് ദ ലോ ഓഫ് സാൽവേഷൻ. കർത്താവ് കവിത ചൊല്ലിയതല്ല, മറിച്ച് രക്ഷയുടെ നിയമം, വീണ്ടെടുപ്പിൻ്റെ നിയമം നമുക്ക് പറഞ്ഞു തന്നതാണ്. അവൻ്റെ പീഡാസഹനത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. അവൻ്റെ കുരിശുമരണത്തെ, വരാനിരിക്കുന്ന യാതനകളെ ഈശോദേ വ്യാഖ്യാനിക്കുകയാണ്.
അത് ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. ഇറ്റ് ഈസ് എ നെസസറി പാത്ത് ടു സാൽവേഷൻ. രക്ഷയിലേക്കുള്ള അനിവാര്യമായ പാതയാണ് കുരിശുമരണമെന്ന് ഈശോ അസന്നിഗ്ധമായി പറഞ്ഞൊരുക്കുകയാണ് നമ്മളെ. പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് വരാം. പഴയ നിയമത്തിൽ സൃഷ്ടിയിലാണ് പഴയ നിയമം ആരംഭിക്കുന്നത്. ക്രിയേഷൻ തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ നാച്ചുറൽ ലോ, ഒന്ന് അഴിഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. അതാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേഷൻ. ഒന്ന് അഴിഞ്ഞ് പ്രകൃതിയിൽ നമ്മൾ പഠിക്കുന്നത്, കർത്താവ് നമ്മളെ പ്രകൃതിയാണ് ആദ്യം കാണിച്ചു തരുന്നത്. സൃഷ്ടിയുടെ പുസ്തകത്തിൽ, ഉൽപ്പത്തിയിൽ പ്രകൃതിയുടെ നിയമം അതല്ലേ, ഒന്നഴിഞ്ഞ് മറ്റൊന്നിന് വളമാകുന്നു. ഡെത്ത് ദെൻ ലൈഫ്, മരണം അതിനെ തുടർന്ന് ജീവൻ. ഇനി അടുത്തത് പഴയ നിയമത്തിൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ്, നോർത്ത് നോക്കണേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് തകർന്ന് അഴിഞ്ഞ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്, അതിൻ്റെ കൃത്യം പ്രോട്ടോടൈപ്പ് ഈശോ കുരിശിൽ കാൽവരിയിൽ അതാണ് നമുക്കായി നേടിത്തന്നതെങ്കിൽ അത് കൃത്യം പഴയ നിയമത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്, ഒരു വ്യക്തിയുണ്ട്. അതിൻ്റെ കൃത്യം ഈശോയുടെ പ്രീ ഫിഗർ, ഈശോയുടെ പ്രോട്ടോടൈപ്പ് ആരാത്? പഴയ നിയമത്തിലെ യൗസേപ്പ്, പൂർവ്വ യൗസേപ്പ്. നിലത്തു വീണ് തകർന്ന ധാന്യമണിയാണ് പൂർവ്വ യൗസേപ്പ്, ഭൂമിയിലേക്ക് പതിഞ്ഞ ധാന്യമണി. യൗസേപ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ചതിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ഈജിപ്തിൽ അടക്കപ്പെട്ടവൻ. നോർത്ത് നോക്കിക്കേ, ചതിക്കപ്പെട്ട് പ്രിയപ്പെട്ടവരാൽ, കൂടപ്പറപ്പുകളാൽ, സ്വജനത്താലെ ഈശോ അവിടെ ചതിക്കപ്പെടുന്നു. ഇവിടെ ജോസഫിനെ കൂടപ്പറപ്പുകൾ തകർത്തെങ്കിൽ അവിടെ കൂടെ കൊണ്ടു നടന്നവനാൽ ചതിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ഈ ഈജിപ്തിൻ്റെ മണ്ണിൽ തകർന്ന് ഇരുട്ടറയോളം താണവൻ. എവിടെ? കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ, കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടറകളിലേക്ക് ചുരുങ്ങപ്പെട്ടവൻ. അപ്പുറത്ത് കുരിശുമരണത്തിൽ തകർക്കപ്പെട്ട് കല്ലറയോളം ഇരുട്ടറയ്ക്കകത്തേക്ക് ചുരുങ്ങപ്പെട്ടവൻ ജോസഫ് ഈശോയുടെ ആദിരൂപമാകുന്നത് കണ്ടോ? പ്രീഫിഗറിങ് ക്രൈസ്റ്റ് ജോസഫ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ ഞാൻ ആവർത്തിക്കുന്നു ആ വാക്കുകൾ, ചതിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ഈജിപ്തിൽ അടക്കപ്പെട്ടവൻ, അവൻ ഒരുപാട് പേർക്ക് ജീവന്റെ കാരണമായില്ലേ? അതിനുശേഷം ഇസ്രായേലിനെ ഊട്ടിയത് ആരാണ്? ജോസഫ് അല്ലേ? അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫ് അത് പറയുന്നുണ്ട്. ഈ കാര്യം ഇവിടെ ഈശോ തിരിച്ചറിയുന്നത് പോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ ജോസഫ് അത് തിരിച്ചറിഞ്ഞു പറയുന്നുണ്ട്. ബൈബിളുള്ളവരെടുക്കാം, ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം 20 വാക്യം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഞാൻ തകർക്കപ്പെട്ടത്, ഞാൻ ഞെരുങ്ങിയത്, ഞാൻ സഹനത്തിലൂടെ കടന്നു പോയത് അനേകം പേർക്ക് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഈശോയുടെ കുരിശുമരണത്തെ ഇതിനോട് ചേർന്നൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. അവൻ ഗോതമ്പ് മണി തകരുന്നത് പോലെ തകർക്കപ്പെട്ടത്, അഴിഞ്ഞത് ഒരുപാട് പേർക്ക് ജീവനുണ്ടാകാൻ. ജോസഫ് പ്രീഫിഗേഴ്സ് ക്രൈസ്റ്റ്. ജോസഫ് പ്രീഫിഗേഴ്സ് ക്രൈസ്റ്റ്. ഡിസെൻറ്റ് ബിഫോർ എക്സൽട്ടേഷൻ, സഫറിങ് ബിഫോർ സാൽവേഷൻ. ഡിസെൻറ്റ് ബിഫോർ എക്സൽട്ടേഷൻ, ഉയർച്ചയ്ക്ക് മുമ്പ് ഒരു താഴ്ച, രക്ഷയ്ക്ക് മുമ്പ് ഒരു സഹനം. ജോസഫിൽ നടന്നത് ഈശോയിൽ പൂർത്തിയാകുന്നത് കാണാം. ഇനി നമ്മളെപ്പോഴും പറയാറുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ സഹനദാസൻ, യെശയ്യാ 53:10, ഇതിന് ചേരുന്ന ആശയം നമുക്ക് അവിടെയും കാണാൻ പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 10 വാക്യം. 53:10. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്, പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അതായത് സന്തതി പരമ്പരകളെ കാണുകയാണ്, സന്തതി പരമ്പരകൾക്ക് ഒരുക്കുകയാണ്, മാർഗമൊരുക്കുകയാണ്. അവൻ്റെ സഹനം, അവൻ്റെ തകർച്ച. രക്ഷാകര ചരിത്രം മുഴുവൻ എടുത്താലുണ്ടല്ലോ, നമ്മൾ പഴയ നിയമത്തിൻ്റെ ഒരു ഗ്ലിംസാണ് ഇപ്പോൾ കണ്ടത്. രക്ഷാകര ചരിത്രം മുഴുവൻ എടുത്താലും ഇതിൻ്റെ വാല്യൂ, ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ജീവൻ കൊടുക്കുന്നത് പോലെ കർത്താവ് അവൻ്റെ മരണത്തെ വ്യാഖ്യാനിക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ, അതിന് രക്ഷാകര ചരിത്രത്തിലെ റോൾ എങ്ങനെയാണെന്നറിയാമോ? ആദം ജീവൻ നേടാൻ ആഗ്രഹിച്ച് ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മിശിഹായാകട്ടെ ജീവനെ നൽകിക്കൊണ്ട് മനുഷ്യകുലത്തിന് മുഴുവനായി ജീവൻ നേടിയെടുത്തു. നോർത്ത് നോക്കിക്കേ,
ആദം ജീവൻ നേടാൻ നോക്കി, ജീവൻ സ്വന്തമാക്കാൻ നോക്കി, അത് നഷ്ടപ്പെടുത്തി. മിശിഹ ജീവൻ വിട്ടുകൊടുത്ത്, ജീവൻ തന്നെ സമർപ്പിച്ച് മനുഷ്യർക്ക് മുഴുവൻ ലോകത്തിനായി ജീവനെ നേടിയെടുത്തു. അങ്ങനെ കുരിശ് രക്ഷയുടെ മണ്ണും തിരുസഭയുടെ ഗർഭപാത്രവുമാവുകയാണ്. ദ സോയിൽ ഓഫ് റിഡംഷൻ ആൻഡ് വൂംബ് ഓഫ് ദ ചർച്ച്. കുരിശ് രക്ഷയുടെ മണ്ണാവുകയാണ്. രക്ഷ വിതച്ച കൊയ്തെടുക്കാൻ പോകുന്ന മണ്ണായിട്ട് കുരിശ് മാറുന്നു. സഭയുടെ ഗർഭപാത്രമായിട്ട് അവിടെ നിന്ന് സഭ ജനിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്ന, സഭാപിതാവായ അഗസ്തിനോസ് പറയുന്ന ഒരു സുന്ദരമായ വാക്യമുണ്ട്. ക്രൈസ്റ്റ് ഡൈഡ് alone but rose with many. Christ died alone but rose with many. മിശിഹ ഒറ്റയ്ക്ക് മരിക്കുകയും ഒരുപാട് പേരോട് ചേർന്ന് ഉയർക്കുകയും ചെയ്തു. ക്രൈസ്റ്റ് ഡൈഡ് അലോൺ ആൻഡ് റോസ് വിത്ത് മെനി. സെൻറ്റ് സിറിൽ ഓഫ് ജെറുസലേം ഇതിനെ ഈശോയുടെ മരണത്തെ യൂക്കരിസ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അവൻ മരിച്ചതുവഴി, കർത്താവിൻ്റെ കുരിശു മരണം വഴി അനേകം പേർക്ക് ജീവൻ ഉണ്ടാകും. എങ്ങനെയാണ്? സ്വർഗത്തിൽ നിറങ്ങിയ ജീവൻ്റെ അപ്പം കുരിശു മരണത്തിൻ്റെ സമ്മാനമായി നമ്മൾ ഇന്നും കൺസ്യൂം ചെയ്യുന്നു. ജീവൻ്റെ അപ്പം. ഈജിപ്ത് ഓർക്കണേ, ജോസഫിനെ ഓർക്കണേ, പട്ടിണി കിടന്നവർക്ക്, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയവർക്ക് അവൻ അപ്പം ഒരുക്കി വെച്ചത് ഓർക്കണേ. യൗസേപ്പിൻ്റെ തകർച്ച ഇസ്രായേലിൻ്റെ പട്ടിണി മാറ്റിയതുപോലെ ഈശോയുടെ മരണം, അവൻ്റെ കുരിശ്, അവൻ്റെ സഹനം ജീവൻ്റെ അപ്പം നമുക്ക് പകർന്നു നൽകാൻ കാരണമായി. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇതിൽ 1521 പറയുന്നൊരു കാര്യമുണ്ട്. സഫറിങ് യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ബെയർസ് ഫ്രൂട്ട്. ഈശോയുടെ സഹനം ഫലം പുറപ്പെടുവിച്ച സഹനമായതുപോലെ കർത്താവിനോട് ചേർന്ന് നമ്മുടെ സഹനങ്ങളെ വയ്ക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളും ഫലം പുറപ്പെടുവിക്കും. സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡ് ഇവാഞ്ചലിയും വീത്തെ, ജീവൻ്റെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പറയുന്നു, ലൈഫ് ഫൈൻഡ്സ് മീനിങ് ത്രൂ സെൽഫ് ഗിവിങ് ലവ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നത് ആത്മദാനത്തിൻ്റെ സ്നേഹത്തിലൂടെയാണെന്ന്. സ്വയം കൊടുക്കുന്ന സ്നേഹത്തിലേ ഉള്ളൂ ജീവിതത്തിന് അർത്ഥമെന്ന് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ പറഞ്ഞു തരുന്നു. നമുക്ക് ഈ ചിന്തകളോടുകൂടി ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് കാൽവരിയിൽ കാണണം. അത് ഉൽപ്പത്തി മുതൽ ഉണ്ടെന്ന് ഓർക്കണം. ജോസഫിലത് കാണണം. യെശയ്യായിലെ സഹനദാസനിലത് കാണണം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാം. ഈ കാര്യം ഓർത്തു വെക്കുക. ഇന്നത്തെ മാർഗത്തിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഈ നോമ്പുകാല ധ്യാനത്തിൻ്റെ ഇന്ന് നമ്മൾ ധ്യാനിച്ച് അവസാനിപ്പിക്കുന്നത്, സ്നേഹം വളരുന്നത് ചെറുമരണങ്ങളിലൂടെയാണെന്ന് ഓർക്കണേ. ഓരോ ദിവസവും ആരെങ്കിലുമൊക്കെ മരിക്കുന്നുണ്ട്. നമ്മുടെ അപ്പ മരിക്കുന്നുണ്ട്. വീട്ടിൽ ചെറുമരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൻ്റെ, അമ്മയുടെ ചെറുമരണങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരാളുടെ ചെറുമരണമാണ് അയാളുടെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ. സ്നേഹം വളരുന്നത് ചെറുമരണങ്ങളിലൂടെയാണ്. ലവ് ഗ്രോസ് വിത്ത് സ്മോൾ ഡെത്ത്സ്. സ്നേഹം വളരുന്നത് ചെറുമരണങ്ങളിലൂടെ. അത് ആത്മദാനത്തിൻ്റെ സ്നേഹമാണ്, സ്വയം കൊടുക്കുന്ന സ്നേഹമാണ്. പൈനിങ്കലച്ചൻ്റെ ഒരു പാട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ, സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമിയിൽ ജീവിതം കൊടുത്തവൻ കാട്ടിത്തരുമ്പോൾ, കുരിശ് കാണിച്ചവൻ സ്നേഹത്തെ കാട്ടിത്തരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, സ്നേഹം മരണമാണെന്ന് ഞാൻ കാണുന്നു, സ്നേഹം സഹനമാണെന്ന് ഞാൻ കാണുന്നു. കുരിശ് പഠിപ്പിക്കുന്നതാണ് സ്നേഹം മരണമാണ്, സ്നേഹം സഹനമാണ്. അതുകൊണ്ട് ഒരു തകർച്ചയില്ലാതെ സ്നേഹിക്കാൻ പറ്റില്ല. ഇന്ന് വിവാഹത്തിലേക്കൊക്കെ നമ്മുടെ യുവജനങ്ങൾ ഒത്തിരി മടിക്കുന്നുണ്ട്. അവരെ കുറ്റം പറയുകയല്ല, വിധിക്കുകയല്ല, മറിച്ച് ഫിയർ ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അത്തരമൊരു തകർച്ച, അത്തരമൊരു ഒരസൽ, അത്തരമൊരു ഞെരുക്കം പറ്റുന്നില്ല. അതിൻ്റെ ഭയം ഓർത്തേക്കണേ. സറൻഡേർഡ് ലൈഫ്സ് ബെയർ ഫ്രൂട്ട്. നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നത്. ഒരു തകർച്ചയ്ക്കും നമ്മളെ വിട്ടുകൊടുക്കാതെ, ഒരു മുറിവേൽക്കാനും നിന്നു കൊടുക്കാതെ എങ്ങനെ നമ്മളിൽ നിന്ന് ഫലമുണ്ടാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സറൻഡേർഡ് ലൈഫ്സ് ബെയർ ഫ്രൂട്ട്സ്. വാട്ട് മസ്റ്റ് ഡൈ ഇൻ മീ സോ ദാറ്റ് ലൈഫ് മേ ഗ്രോ. അതാണ് ഇന്നത്തെ ഒടുവിലത്തെ ചോദ്യം. വാട്ട് മസ്റ്റ് ഡൈ ഇൻ മീ സോ ദാറ്റ് ലൈഫ് മേ ഗ്രോ. എന്നിൽ ജീവൻ ഉണ്ടാകുവാൻ എന്നിൽ മരിക്കേണ്ടത് എന്താണ്? ഒരു മരണമുണ്ടെങ്കിലേ ജീവൻ ഉണ്ടാകൂ. വാട്ട് മസ്റ്റ് ഡൈ ഇൻ മീ സോ ദാറ്റ് ലൈഫ് മേ ഗ്രോ. എന്നിൽ ജീവൻ വളരാൻ മരിക്കേണ്ടത് എന്താണെന്ന്, എന്നിൽ ജീവൻ വളരാൻ എന്നിൽ ചാകേണ്ടത് എന്താണെന്ന്
തിരിച്ചറിയാം ഈ ധ്യാന ദിവസം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, കാൽവരിയിൽ ഞങ്ങൾക്കായി തകർക്കപ്പെട്ട ഗോതമ്പ് മണിയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നീ നിന്നെ തന്നെ രക്തത്തിൽ കുതിർത്ത് വിതച്ച മണ്ണാണ് കാൽവരിയിലെ മണ്ണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ മണ്ണിൽ കിളിർത്തത്, ആ മണ്ണിൽ കൊയ്തെടുത്തത് ഞങ്ങൾ അപ്പമായി ഓരോ ദിവസവും ഭക്ഷിക്കുമ്പോൾ ഞങ്ങളും വീണ്ടും വിതയ്ക്കപ്പെടാൻ, തകർക്കപ്പെടാൻ, ഗോതമ്പ് മണി അഴിയുന്നത് പോലെ അഴിയുവാൻ, ഒട്ടനവധി പേർക്ക് ജീവൻ നൽകുവാൻ ഞങ്ങളെയും നീ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.